അത്തരത്തിലൊരു നേതാവിനെയോ നേതൃത്വത്തെയോ ഉയർത്തിക്കാണിക്കാൻ ഇന്നും ജനകീയ മുന്നേറ്റത്തിന് സാധിച്ചിട്ടില്ല. അതിനോട് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് എന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിനെതിരെ അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും കൂടെ വലിയ തോതിൽ ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സമയത്ത് അവിടെ നിന്ന് വലിയ തോതിലുള്ള ആളുകളുടെ തിരിച്ചുവരവുണ്ടായിരുന്നു. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമായി മാറുമോ എന്നാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സൈനികമായി തന്നെ നേരിടുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ എന്ത് വില കൊടുത്തും നേരിടുമെന്ന് ഇറാനും മറുപടി നൽകിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യം രൂപപ്പെട്ടത് ഇറാനിൽ നടക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താനെന്ന പേരിൽ ഇറാനിലേക്ക് ഇടപെടുവാൻ അമേരിക്ക എന്ന രാജ്യത്തിന്, ലോക പോലീസ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് അവകാശമുണ്ടോ, അതിന് എന്ത് അധികാരമുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാകുമോ എന്ന വിഷയമാണ്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഡോൺ തോമസ് ഉണ്ട്. അദ്ദേഹം സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിലെ അധ്യാപകനാണ്, വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. സ്വാഗതം. നന്ദി. നമ്മൾ ഇറാനിലൊരു വലിയ ജനകീയ പ്രക്ഷോഭം കുറച്ച് കാലങ്ങളായി നടക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഇറാൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലേക്കും 400 ചെറിയ നഗരങ്ങളിലേക്കൊക്കെ തന്നെ ഈ പ്രക്ഷോഭം വ്യാപിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം ഒരുപക്ഷെ പെരുപ്പിച്ച് കാണിക്കുന്നൊരു കണക്കായിരിക്കാം, 30,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ചിലത് 6,000 മുതൽ 15,000 വരെ ഒക്കെയുള്ള റിപ്പോർട്ടുകളാണ്, കൊല്ലപ്പെട്ട കണക്കുകളാണ് പറയുന്നത്. എന്തായാലും ഇറാനെ ഒരു പ്രക്ഷോഭം വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം സംശയമില്ല. അതിന് കാരണമായ ചില ഇറാൻ നേരിടുന്ന പ്രതിസന്ധികൾ വേറെയുമുണ്ട്. ഉപരോധമടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ കുറേ കാലങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉപരോധവും, അതുപോലെ തന്നെ ഇറാൻ്റെ എണ്ണയുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ നേരിടുന്ന പ്രതിസന്ധി, ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ട്. എന്തായാലും അതിനെതിരായിട്ടുള്ള അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ ഇറാനിലൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നേരിടുന്നുണ്ട്. സ്വാഭാവികമായും ഒരു രാജ്യത്ത് അതിനെതിരായ പ്രതിഷേധവും അതൃപ്തിയുമൊക്കെ ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ അതിനെ വളരെ ഭീകരമായി അടിച്ചമർത്തുകയാണ് ഇറാൻ ഭരണകൂടം ചെയ്യുന്നത്. ഒരു തിയോക്രാറ്റിക്കായിട്ടുള്ള ഒരു ഭരണകൂടം തന്നെയാണ് ഇറാൻ്റെ ഭരണകൂടം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്ക പോലെ ഒരു വിദേശ രാജ്യത്തിന് ഇതിനിടപെടാനുള്ള അവകാശമുണ്ടോ എന്നുള്ള പ്രശ്നമാണ് പ്രാഥമികമായി ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര ഏജൻസികളുണ്ട്. ഇപ്പം UN പോലുള്ള സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകളുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ തങ്ങളുടെ സൈനിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കും, ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനെ നേരിടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം അനുവദനീയമാണോ എന്നുള്ളതാണ്, ലോകത്ത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണോ എന്ന്. അനുവദനീയമാണോ എന്നുള്ള ചോദ്യത്തിന് ട്രംപിൻ്റെ കാലത്ത് ഒരു അനുവാദം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അമേരിക്ക ലോക പോലീസാണോ എന്ന് ചോദിച്ചിരുന്ന കാലത്ത് കുറേ കൂടിയെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് വരുത്തി തീർക്കാനെങ്കിലുള്ള ശ്രമം നടത്തിയിരുന്ന കാലഘട്ടം. ട്രംപിൻ്റെ കാലഘട്ടത്തിൽ അത്തരം ഒരു ശ്രമം ഒരിക്കലും അമേരിക്കയിൽ, വെനസ്വേലയിലായാലും മറ്റിടങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് പെരുമാറിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മുന്നിൽ അറിയാവുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. ഇത് ഇറാനെ സംബന്ധിച്ച് വളരെയധികം അത് ഇറാൻ എന്ന രാഷ്ട്രമുണ്ടായതിനു ശേഷം അത് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികളിലൊന്ന്. അത് എന്തുകൊണ്ട് അത്ര വെല്ലുവിളിയാകുന്നു എന്ന് ചോദിച്ചാൽ, നിരന്തരമായി ഇറാനെ മനസ്സിലാക്കുന്നവരോ, ഇറാൻ്റെ ചരിത്രം വായിക്കുന്നവരോ, ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം, ഇറാനിൽ ഒരു സൈക്ലിക്കലായി വളരെ നിരന്തരമായി തന്നെ ഇത്തരം പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ട് ജനകീയമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. 2010-ലും 2017-ലും 2019-ലും 2020-ലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നു. അത് ശരിയ പോലീസുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയെ ആക്രമിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നതുമൊക്കെ ആയിട്ടൊരു വിഷയം. അപ്പോൾ ഇറാനിൽ ഉണ്ടാകുന്ന ഈ പ്രക്ഷോഭങ്ങൾ നിരന്തരമായി നടന്നു വരുന്നത്. ഇവിടുത്തെ സവിശേഷമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 12 ദിവസം യുദ്ധം ഇസ്രായേലുമായിട്ട് ഈ അടുത്ത് തന്നെ 2025 ജൂണിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇറാനിനുള്ളിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ഇറാന് ചുറ്റുമുള്ള രാജ്യങ്ങളുമായി, ഇറാൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ചരിത്രത്തിൻ്റെ വല്ലാത്തൊരു, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, ചരിത്രം മാർക്സ് പറയുന്നുണ്ട് ഇടയ്ക്ക്, ചരിത്രം ആദ്യം
പലതരം ദുരന്തമായി പിന്നീട് തമാശയായും നമുക്ക് വീണ്ടും അവതരിക്കും എന്നുള്ളത്. ഈ 1979 ഇസ്രായേലും ഇറാനും ഏറ്റവും വലിയ ചങ്ങാതികളിലൊന്നായിരുന്നു. ഇറാൻ നമ്മുടെ പശ്ചിമേഷ്യ അമേരിക്കയുടെ പശ്ചിമേഷ്യ പോളിസിയുടെ പ്രധാനപ്പെട്ട 2 തൂണുകളായിരുന്നു ഇസ്രായേലും ഇറാൻ. ഇന്ന് അവർ തമ്മിലുള്ള അപ്പോൾ ചരിത്രം ഇങ്ങനെ മാറി മറിഞ്ഞും ഗതിവിധികൾ മാറിയും ഒക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത്തവണത്തെ ഈ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് വന്ന അതിന് കുറച്ച് സവിശേഷമായ സാഹചര്യങ്ങളുള്ളത് കൃത്യമായി തന്നെ നിരീക്ഷിച്ചതുപോലെ തന്നെ ഒരു 400ഓളം നഗരങ്ങളിലേക്ക് ഇത് പടർന്നിട്ടുണ്ട്. മിക്കവാറും ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ടെഹ്റാനും ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട നമ്മുടെ മതാധികാരവുമായി അത്ര പേരെ ബന്ധപ്പെടാത്ത നഗരങ്ങളിലൊക്കെ ആയിരുന്നു ഈ പ്രക്ഷോഭങ്ങളുണ്ട്. എന്നിരുന്നാൽ ഇത്തവണത്തെ പ്രക്ഷോഭത്തിൽ കൃത്യമായി തന്നെ 400ഓളം നഗരങ്ങളിലേക്ക്, അതിലും അധികം നഗരങ്ങളിലേക്ക് ഇത് കൃത്യമായി ജനകീയ പ്രക്ഷോഭം പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രക്ഷോഭത്തെ മറ്റ് പ്രക്ഷോഭങ്ങളിൽ മാറ്റി നിർത്തിക്കാണ്. ഈ പ്രക്ഷോഭങ്ങളെ നമുക്ക് കേവലമായ ഒരു ജനാധിപത്യ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രക്ഷോഭം എന്നതിനപ്പുറത്തേക്ക് അവരുടെ സാമ്പത്തികമായും സാമൂഹികമായും അവരെ നേരിടുന്ന സാധാരണക്കാരായ മനുഷ്യരെ നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ കൂടി വേണം കാണാനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ രീതിയിലുള്ള വിലക്കയറ്റം എന്ന് പറയുന്നത് ഇറാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്നുണ്ട്. ഇത് തന്നെ ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത് തന്നെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന ടെഹ്റാനിലെ ഒരു മാർക്കറ്റിൽ നിന്ന്. ആ ഗ്രാൻഡ് ബസാറിന്റെ പ്രത്യേകത 1979 ഷായ്ക്കെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഈ ഗ്രാൻഡ് ബസാർ. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ 1979 അലയൊലികൾ അത്തരത്തിൽ നമ്മളെ ചരിത്രത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാനൊക്കെയുള്ള ഒരു ശ്രമം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സവിശേഷമായ ഒരു സാമ്പത്തികമായ ഒരു ക്ലേശത്തിലൂടെ ഇറാൻ കടന്നു പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടായി എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ചോദിച്ച അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കുറച്ചും കൂടി കൃത്യമായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉപരോധങ്ങളാൽ പലതരത്തിൽ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ 2015 അവരുടെ അണുവായുധ ശേഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അണുവായുധ ശക്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തപ്പെട്ടത്. 2015 നമ്മൾ സാധാരണയായി തിയോക്രാറ്റിക് സ്റ്റേറ്റുകളെ കുറിച്ച് പറയുക, അവർ പ്രാഗ്മാറ്റിക് അല്ല എന്നുള്ളത്, അവർ പ്രായോഗികമായി ചിന്തിക്കുന്നതിൽ വരച്ച് ഇമോഷണലായി ചിന്തിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഉള്ള ആക്ഷേപം. പക്ഷേ ഇറാനെ സംബന്ധിച്ച് 2015 ഈ പറയുന്ന ന്യൂക്ലിയർ ഡീലിൽ അവർ അംഗീകരിക്കുകയും അത് അമേരിക്കയോട് ഉൾപ്പെടെ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2018 ഏകപക്ഷീയമായി ട്രംപ് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു. ആ പിന്മാറ്റം മൂലവും അതിനെതിരെയുള്ള ഇറാന്റെ നടപടി എന്ന രീതിയിലുമാണ് ഈ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി, അതായത് അണുവായുധ ശേഷി വികസിപ്പിക്കലുമായി ബന്ധപ്പെട്ട അണുവായുധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി നമ്മുടെ ഇറാൻ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സ്നാപ്പ് ബാക്ക് സാങ്ഷൻസ് എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയൻ്റെയും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെയും സാങ്ഷൻസും കൂടി ഉണ്ടാകുന്നത്. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒരു പ്രത്യേകമായ സാമ്പത്തികമായ സാമൂഹികമായ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. അതിനെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കിതിന് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് കേവലം ഒരു ജനാധിപത്യ പ്രക്ഷോഭമെന്നും ഒരു മത നേതൃത്വത്തിനെതിരെയുള്ള പ്രക്ഷോഭം എന്നൊക്കെ വ്യാഖ്യാനിച്ചു പോകാമെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഉപരോധങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കണമെന്നുണ്ട്. അതൊരിടത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് കൂടിയാണ്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ ഈ മത നേതാക്കളെയോ മതാധിപത്യത്തെയോ നമ്മൾ അനുകൂലിക്കുന്നുവെന്നോ അതിനെന്തെങ്കിലും പിന്തുണ നൽകണമെന്നോ അല്ല. ജനാധിപത്യമായ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ എക്കാലത്തും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും 1979 ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ 1979 $1 72 ഇറാനുമായിട്ടാണ് താരതമ്യപ്പെടുത്താവുന്നത്. ഇന്നത് 1.4 മില്യൺ ആണ്. അത്തരത്തിൽ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ പോകുന്നു. അപ്പോൾ ഇറാനിൽ യാത്ര ചെയ്ത യാത്രികരുടെയൊക്കെ വീഡിയോകൾ ഞാൻ കാണുന്നതിൽ മനസ്സിലാവുന്നത് ഈ ഗ്രാൻഡ് ബസാറിലേക്കൊക്കെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ചാക്കിൽ പണം കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എത്ര ദുരിതത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയുമാണ് കാണുന്നത്. അത് അവൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് എന്ന് ഓർക്കണം. ഇറാൻ എന്ന് പറയുന്നത് എണ്ണ സമ്പുഷ്ടമായ ഒരു രാജ്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി അടിസ്ഥാന എണ്ണയാണ്.
അപ്പോൾ ഇറാന്റെ എണ്ണ കയറ്റുമതി വല്ലാത്ത വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാനെ വരിഞ്ഞു മുറുക്കുന്നതായിട്ടുള്ള പല നിലപാടുകളും നയങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ സാമ്പത്തികമായി എക്കണോമിക് മിസ്മാനേജ്മെന്റ്, സാമ്പത്തികമായിട്ട് ഇറാനിലെ റിസോഴ്സുകളെ വേണ്ട വിധം ഉപയോഗിക്കുകയോ ആ റിസോഴ്സുകൾ കൃത്യമായി ഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന എന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ സാങ്ഷനുകൾക്കുള്ളിൽ, ഉപരോധങ്ങൾക്കുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, നമ്മളിപ്പോൾ വെനസ്വേലയുടെ കാര്യമെടുത്താലും ഇറാന്റെ കാര്യമെടുത്താലും ഒക്കെ ഇത്തരത്തിൽ ഉപരോധങ്ങൾക്കുള്ളിൽ നിന്ന് ഓപ്പറേറ്റ് അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, തങ്ങളുടെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും നൽകേണ്ടി വരുന്ന സർക്കാരുകളുടെ ഗതികേടിനെ കുറിച്ച് കൂടി ആലോചിക്കുമ്പോൾ മാത്രമേ അമേരിക്ക ഇതിലേക്ക് ഇടപെട്ടുകൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നു, സാമ്പത്തിക സുരക്ഷിതത്വം തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന വാദത്തിന്റെ ഒരു ചെറിയ അബദ്ധജടിലമായ വാദങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജനാധിപത്യ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർണ്ണമായി തന്നെ നമ്മൾ പിന്തുണച്ചുകൊണ്ട് തന്നെയും ഇത് ഇറാൻ ഇപ്പോൾ നിൽക്കുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടാകുന്നത് അവരുടെ മാത്രം ഒരു കുഴപ്പം കൊണ്ടോ അവരുടെ മാത്രം ഒരു ദുർഭരണം കൊണ്ടോ അല്ല, മറിച്ച് അതിന് പുറമെ വളരെയേറെ സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെടുന്ന, ഇപ്പോൾ ഈ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ റഷ്യയുമായും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ഇറാൻ ഉണ്ടാക്കിയെടുത്ത ബന്ധമുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധങ്ങളാണ്, സാമ്പത്തികമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. അപ്പം പലതരത്തിലുള്ള ഇവർ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ കൂടി അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായും ഇത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ സാധാരണയായി ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച്, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അത് റൂൾ ബേസ്ഡ്, ഇന്റർനാഷണൽ ലോ ബേസ്ഡ് ഓർഡർ എന്നാണ്. പക്ഷെ അതിനെ ഇന്നും നിയന്ത്രിക്കുന്നത് സാമ്പത്തികമാണ് എന്നത് വളരെ വ്യക്തമാണ്. ഓരോ രാജ്യങ്ങളും മറ്റൊരു രാജ്യവുമായി എത്തരത്തിലാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ട്രംപ്. അതിനോട് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് എന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എത്രയും വേഗം വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇന്ത്യയിലെ ഇരുവിഭാഗങ്ങളിലുമുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന വിദേശകാര്യത്തെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ടൂളുകളിലൊന്ന്. അപ്പോൾ ഈ പറയുന്നത് പോലെ അവരുണ്ടാക്കുന്ന ഈ പശ്ചിമേഷ്യയിൽ ഈ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇറാനെ സംബന്ധിച്ച് സൗത്ത് ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും നമ്മുടെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു ട്രയാങ്കുലർ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കാസ്പിയൻ സീൻ്റെയും റെഡ് സീയുടെയും, അതായത് നമ്മുടെ ലോകത്തെ പെട്രോളിയം ഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെയും LPG ഉൽപ്പാദനത്തിൻ്റെയും അല്ലെങ്കിൽ പാചകവാതം മറ്റു വാതകങ്ങൾ ഉൽപ്പാദനത്തിലൊക്കെ പ്രധാനപ്പെട്ട ഇടത്താണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇടമാണ്. അതോടൊപ്പം തന്നെ ഒരു പേർഷ്യൻ സിവിലൈസേഷൻ്റെ ഒരു വലിയ ലെഗസി പേറുന്ന ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ആ പറയുന്ന ഇടത്തെ ഈ വളരെ തന്ത്രപ്രധാനമായ ഒരിടത്തെ, വളരെയധികം ലോകക്രമത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരിടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന ലോകശക്തികളെ സംബന്ധിച്ച്, അമേരിക്ക പോലുള്ള ശക്തികളെ പ്രത്യേകിച്ച് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ എണ്ണ നിക്ഷേപത്തിൽ കണ്ണുനട്ടിരിക്കുന്ന അമേരിക്കയെ പോലെയുള്ള അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഇറാൻ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ആരോടാണ് ചങ്ങാത്തം കൂടുന്നത് എന്നത് എക്കാലവും വളരെയേറെ തലവേദനയും പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഏത് തരത്തിലാണ് ഇവർ ഈ ചൈനയോടോ അതല്ലെങ്കിൽ റഷ്യയോടോ എങ്ങനെയാണ് അവർ ബന്ധങ്ങൾ പുതുക്കുന്നതെന്നും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഈ പറയുന്ന രീതിയിൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ചോളം സഖ്യകക്ഷികളെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിൽ പല വിധങ്ങളായ കാരണങ്ങൾ, പല വിധങ്ങളായ സാഹചര്യങ്ങളും ഇന്ന് നമ്മൾ പശ്ചിമേഷ്യ എത്തി നിൽക്കുന്ന പ്രതിസന്ധിയിലേക്ക് പലതരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും വേണം മനസ്സിലാക്കാം. അതല്ലാതെ അതിനെ ഒരു പെരിഫറലായ വളരെയേറെ ഉള്ള റീഡിങ്ങിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഈ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ പങ്ക് കൂടെ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇസ്രായേൽ ഇപ്പം ഫലസ്തീനിൽ ഗസയിലൊക്കെ നടത്തിയ വലിയ ആക്രമണങ്ങൾ, വലിയ വംശഹത്യകൾ, ഇതിന് ഇറാൻ അതിനോട് ഉള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു.
ഇത്തരം വിഷയങ്ങൾ കൂടി ഇപ്പോൾ ഇറാൻ ജൂണിൽ നടന്ന ആക്രമണത്തിന് ഇതൊരു കാരണമായിരുന്നു. അപ്പോൾ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നത് ഇറാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായി കൂടെ ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതുണ്ടെന്നാണ്. അതെ, എക്കാലവും പലസ്തീൻ്റെ അടിയുറച്ച് പിന്തുണയ്ക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഇറാനായിരുന്നു. ഹമാസ് എന്ന് പറയുന്ന സൈനിക സംഘടനയ്ക്ക് കൃത്യമായി തന്നെ രീതിയിൽ പിന്തുണ നൽകി വന്നത് ഇറാനാണ്. ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന IRGCയുടെ കൃത്യമായ പിന്തുണ ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതകൾക്കും വംശഹത്യയുടെയും ചിത്രങ്ങളൊക്കെ നമുക്ക് വളരെയേറെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ പശ്ചിമേഷ്യയിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ പലസ്തീന് വന്നത്, ഈ പറയുന്ന പലസ്തീൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വന്നത്, സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് വന്നത് തീർച്ചയായും തികച്ചും ഇറാനിൽ നിന്ന് മാത്രമാണ്. ഇറാന്റെ മാത്രമാണ് പിന്തുണ ലഭിച്ചത്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ പിന്തുണ എന്ന് പറയുമ്പോൾ വാക്കാലുള്ള പിന്തുണയ്ക്കപ്പുറം ഇത്തരം ഒരു വലിയ കടുത്ത ഒരു പോരാട്ടം നടത്തേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു പിന്തുണ നൽകാൻ മറ്റ് രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. അവിടെയാണ് ഇറാൻ തങ്ങളുടെ സാമ്പത്തികമായും സാമൂഹികമായും വലിയ ഞെരുക്കം നേരിടുന്ന സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന പലസ്തീനിലെ ജനതയോട് ഐക്യദാർഢ്യപ്പെടാനും അവർക്കുള്ള പിന്തുണ അറിയിക്കാനുള്ള സാധ്യത, അതിനു വേണ്ടിയിട്ട് അവരുടെ മിലിറ്ററി അസറ്റ്സിനെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തി. അത് പിന്നീട് 12 ദിവസ യുദ്ധത്തിലേക്ക് വഴിമാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇരു കൂട്ടുകാർക്കും സംഭവിക്കുന്നുണ്ട്. ഇറാന് കൂടുതലായി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ അവസാനം ആ യുദ്ധത്തിൽ പങ്കാളികളാവുന്നു, ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ആക്രമിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഒരു കാരണം കൂടി അമേരിക്ക എന്തുകൊണ്ട് ഈ പറയുന്ന ഇറാൻ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നതിനൊരു കാരണം കൂടി അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളിലുള്ള അമേരിക്കൻ ആക്രമണം അത്ര കണ്ട് ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ള ഒരു വിശകലനം കൂടി ഇന്റർനാഷണൽ സർക്കിളുകളിലുണ്ട്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാനുള്ള രണ്ടാമത്തെ അവസരം എന്ന രീതിയിൽ ട്രംപ് ഇതിനെ കാണുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഇസ്രായേലിലും ഇറാനിലും മാത്രമായി ഒതുങ്ങി നിന്നില്ല. നമ്മൾ റെഡ് സീയിലേക്കുള്ള ആക്രമണങ്ങൾ, ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങൾ, അതുവഴി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ, ഹമാസ് നേതൃത്വത്തിൽ നടത്തിയ ആക്രമണം. അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനെ മാത്രമല്ല ആക്രമിക്കുന്നത്, അത് മധ്യ ഏഷ്യയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തന്നെയും പൊതുവിലുള്ള സമാധാനത്തെയും അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നതിനെ പൂർണ്ണമായി തകിടം മറിക്കുന്ന രീതിയിലായിരിക്കും ഇറാനെതിരെയുള്ള ഏത് ആക്രമണമെന്ന് നമുക്ക് മുമ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വളരെ ചങ്ങാതിമാരായിരുന്നവർ പലവിധ കാരണങ്ങൾ കൊണ്ട് രണ്ടായി പോവുകയും അവർക്ക് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ അവർക്ക് നിർണായകമായ ഒരു ചലഞ്ച് കൊടുക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമായി പരിഗണിക്കുന്നതും ഇറാനെ മാത്രമാണ്. കാരണം മറ്റ് രാജ്യങ്ങളെല്ലാം, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിധേയത്വം അമേരിക്കയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ മധ്യ ഏഷ്യയിൽ ഒരേ ഒരു സൈനിക താവളം ഇല്ലാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് മിക്കവാറും ഇറാൻ തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കൻ ഹെജിമണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അധീശത്വത്തെ, അധിനിവേശത്തെയൊക്കെ ഒരു പരിധിവരെ ചെറുക്കുന്നതിൽ നിർണായകമായ സാന്നിധ്യം ഇത്തവണ UAE പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതിനെ താവളമാക്കാൻ അനുവദിക്കില്ല, ഇറാനെ ആക്രമിക്കുന്ന ഒരു താവളമാക്കാൻ ഞങ്ങളുടെ പ്രദേശം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതെ, കൃത്യമാണ്. UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാനപരമായി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രേഡ് എന്ന് പറയുന്ന ഒരു തമ്മിലുള്ള ചരക്ക് അല്ലെ വാണിജ്യം എന്നുള്ളതാണ് അവരുടെ ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുമ്പോഴുമൊക്കെ നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങളൊന്നും നമ്മൾ ഈ പറയുന്ന UAE നിന്ന് കിട്ടാറില്ല. പക്ഷേ ഈ അടുത്ത് UAE-യുടെ ഭരണാധികാരി ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പം ലഭിച്ച വലിയ സ്വീകരണം, അതും അപ്പോൾ ആ സ്വീകരണവും അത്തരത്തിൽ മോദി നമ്മുടെ ആ ഭരണാധികാരിയുമായി വലിയ ചങ്ങാത്തം എന്ന രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരെ അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്ന, അവരുടെ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നത് വാണിജ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ കൂടിയും കുറെ കൂടി എപ്രകാരമായിരിക്കും അവരുടെ പിന്നീടുള്ള മനംമാറ്റം എന്നോ നിലപാട് എന്നൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല UAE. പക്ഷേ അത് പറയുമ്പോൾ തന്നെ
കുറെയെങ്കിലും അടിസ്ഥാനപരമായി ഈ പറയുന്ന അമേരിക്കക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള രാജ്യങ്ങളിലൊന്ന് ഈ ഖത്തറും UAE ഒക്കെ തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും ഇസ്രായേലുമായിട്ട് തുടരുന്ന ഈ പറയുന്ന സംഘർഷങ്ങളുമാണ് ഇറാനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ നിരീക്ഷണം തന്നെയാവും. അതേസമയം തന്നെ ഇപ്പം ഈ ഇറാനെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഹിസ്ബുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹൂത്തികൾ കടൽ വഴിയുള്ള ആക്രമണങ്ങളും ഹിസ്ബുല്ല പഴയ പോലെ ശക്തിയുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതിനകം നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇവരുടെ എല്ലാം മുനയൊടിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം ആക്രമണങ്ങളും തിരിച്ചടികളും പശ്ചിമേഷ്യയെ ഒരു വലിയ സംഘർഷ മേഖലയാക്കി മാറ്റാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പലവിധങ്ങളായ ഇൻട്രസ്റ്റുകളുള്ള ഇടം എന്ന രീതിയിൽ എപ്പോഴും സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ. പശ്ചിമേഷ്യയുടെ ലോകത്തെ ചലിപ്പിക്കുന്ന എണ്ണ എന്ന് പറയുന്ന ഒരു വിഭവത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് എന്നും പശ്ചിമേഷ്യയെ എന്നും ഒരു വാർത്താ പ്രാധാന്യമുള്ള ഇടം, അല്ലെങ്കിൽ ഈ പറയത്തിൽ സംഘർഷങ്ങളുള്ള ഇടമാക്കി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് പലപ്പോഴും പശ്ചിമേഷ്യ സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം ആഗ്രഹപ്രകാരമോ ഇത്തരം സംഘർഷങ്ങളിലേക്ക് വന്നെത്തുന്നതല്ല, അവരെ വലിച്ചഴിച്ച് ഈ ഇത്തരം സംഘർഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ വേണം നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതേ മനസ്സിലാക്കുമ്പോഴോ മനസ്സിലാക്കാം. ഇറാൻ ഇറാഖ് യുദ്ധം, അതെ, ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഇറാൻ ഇറാഖ് യുദ്ധം എങ്ങനെയാണ് അത്യന്തികമായി സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന നേതാവിന്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്നത്, എങ്ങനെയാണ് അമേരിക്കയുടെ കണ്ണിലേക്ക് കരടാവുന്നത് എന്നൊക്കെ നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളെ ബാധിക്കുക എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഗൾഫ് പ്രവാസത്തിന്റെ വലിയ ഇന്നും തുടരുന്ന ഗൾഫ് പ്രവാസമുണ്ട്. ആ ഗൾഫ് പ്രവാസത്തിൽ നമ്മുടെ പ്രവാസികളായ നമ്മുടെ മലയാളികൾ നിരവധി പേര് ഇന്നും ഉള്ള ഇടങ്ങളാണ് ഇവിടങ്ങൾ. അത് ഇസ്രായേലിലേക്കുള്ള കുടിയേറ്റമാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണെങ്കിലും അത് അവരുടെ സാധാരണ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രകളാണ്. അതിനെയൊക്കെ ഈ യുദ്ധം വലിയ രീതിയിൽ ബാധിക്കും. അതിൽ മരണപ്പെടാൻ സാധ്യതയുള്ളവരായി മലയാളികളും ഇന്ത്യക്കാരും മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ക്രൂഡ് ഓയിൽ പോലുള്ള വിഭവങ്ങളുടെ വിലയിൽ വർധനവുണ്ടാക്കുന്നു. നമുക്ക് സ്വാഭാവികമായി അറിയാം, ക്രൂഡ് ഓയിലിന്റെ വിലവർധനയ്ക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാ വസ്തുക്കളുടെ വിലകളിലും വർധനവ് നമുക്ക് നേരിടാം. അപ്പോൾ മറ്റൊരിടത്ത് നടക്കുന്ന സംഘർഷം എന്നെ ബാധിക്കാത്തൊരു സംഘർഷം എന്ന് പറയുമ്പോൾ കൂടിയും അതെൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായി സ്വാധീനമാകാൻ സാധ്യതയുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ വേണം മധ്യേഷ്യയിലെ സംഘർഷങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു സംഘർഷവും ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന രാജ്യങ്ങളെ അവരുടെ സ്വതന്ത്രമായ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടെടുക്കുന്ന നിലപാടുകളിൽ ഈ രാജ്യങ്ങൾ വളരെ കൃത്യമായും ക്രമാനുഗതമായും ഒക്കെ പ്രതികരിക്കണമെന്നും അവർക്ക് നേരെ ഇപ്പോൾ അവരെക്കാൾ ശക്തരായ ഒരു രാജ്യം അവരെ ആക്രമിക്കുമ്പോൾ, ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ വളരെ കൃത്യമായും വളരെ പൊളൈറ്റായും അതിനോടൊക്കെ റിപ്ലൈ കൊടുക്കണമെന്നും പറയുന്ന നമ്മുടെ ഒരു ലിബറൽ ആവശ്യം അതിലൊരു പ്രശ്നമുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുക. അതോടൊപ്പം തന്നെ ഈ വലിയ തോതിലുള്ള ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ തൊഴിലൊക്കെ തന്നെ വലിയ തോതിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ കുവൈറ്റിനെ ഇറാഖ് ഒരു അധിനിവേശം നടത്തുന്നു. അതിനെതിരെ അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും കൂടെ വലിയ തോതിൽ ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സമയത്ത് അവിടെ നിന്ന് വലിയ തോതിലുള്ള ആളുകളുടെ തിരിച്ചുവരവുണ്ടായിരുന്നു, പലായനം നടക്കുന്നുണ്ട്. ഈ തൊഴിൽ മേഖലകളിൽ നിന്ന് വലിയ പ്രതിസന്ധി കേരളത്തെയൊക്കെ ബാധിച്ചാണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളെയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് യുദ്ധം എത്ര കണ്ട് ഇവരുടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എത്ര കണ്ട് ഈ സംഘർഷത്തെ ഈ ഇടത്ത് വ്യാപിപ്പിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കും അത്തരത്തിൽ അന്ന് കണ്ടതുപോലെയുള്ള ഒരു തിരിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള എക്സോഡസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അത്ര ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയില്ല എന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം എന്നത് ഒരു സാധ്യതയായി ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിനെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച്. കാരണം സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഖത്താർ ആണെങ്കിലും ഇപ്പോൾ അവരെ തന്നെ ലോകത്തിന് മുമ്പിൽ ഒരു വിപണിയായിട്ടാണ്, ഒരു വലിയ തുറന്ന മാർക്കറ്റായിട്ടാണ് വിഭാവനം ചെയ്ത് അവരാവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ വിപണിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിലുള്ള, വാണിജ്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിലുള്ള വലിയ യുദ്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ്
എൻ്റെ ഒരു തെറ്റായി പോകാനുള്ള സാധ്യതകൾ. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു സാധാരണ നിലയിലൊരു ഭരണാധികാരിയെ നോക്കിക്കാണുന്ന പോലെ ഡൊണാൾഡ് ട്രംപിനെ നോക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അത് ഇപ്പോൾ വെനസ്വേലയിൽ ചെയ്തതിന് ഉദാഹരണമാണ്. വെനസ്വേലയിൽ പ്രസിഡന്റിനെയും ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, അതിനുശേഷം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പം കാനഡ ഞങ്ങളുടെ ഒരു സ്റ്റേറ്റാണ് എന്ന നിലയിൽ പറയുന്നു. ഇങ്ങനെ പലതരത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ അനേക രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു സാധാരണ നമ്മുടെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നൊരു ഭരണാധികാരി അല്ല ട്രംപ്. അതെ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ട്രംപ് അടിസ്ഥാനപരമായ ഒരു കച്ചവടക്കാരനാണ്. ഒരു കച്ചവടക്കാരൻ, ഒരു രാഷ്ട്രീയ നേതാവായ ആളാണ് ട്രംപ്. ആ കച്ചവടത്തിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ് ട്രംപിനെ പലപ്പോഴും നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ട്രംപ് അടിസ്ഥാനപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു 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 സിറ്റുവേഷനിൽ നിന്ന്, ഒരു സാഹചര്യത്തിൽ നിന്ന് പരമാവധി മൂല്യം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച്. അത് ആ മൂല്യം എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിൽ അതൊരു ഹെഡ്ലൈന് വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ മാർക്കറ്റുകളിൽ വലിയ ഹെഡ്ലൈനുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ ട്രംപുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പലതരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിങ്ങുകളെ കുറിച്ച് മുമ്പ് ചർച്ചകളുണ്ടായിരുന്നു. ട്രംപിന് നടപ്പാക്കാൻ പോകുന്ന പല പ്രഖ്യാപനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ച് അതിനെക്കുറിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ ബെറ്റ് ചെയ്ത് നേടിയ വലിയ വിജയങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വഴിതെറ്റി പോകുന്നതാണെങ്കിൽ കൂടിയും ട്രംപ് അടിസ്ഥാനപരമായി ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവടത്തിൻ്റെ യുക്തിയാണ് ട്രംപിന് മനസ്സിലാകുന്ന യുക്തി. അപ്പോൾ ഏതൊരു വിഷയമായാലും ഏതൊരു സാഹചര്യമായാലും അതിൽ നിന്ന് പരമാവധി മൂല്യം എങ്ങനെ ഊറ്റിയെടുക്കാം എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച്. പക്ഷേ ഇറാനിൽ ഇപ്പം പ്രക്ഷോഭകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഭരണമാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ഖമനിയെ പുറത്താക്കുക എന്നുള്ളൊരു ഡിമാൻഡിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപും പറയുന്നത് അവിടെ ഇവരെ താഴെ ഇറക്കും എന്നുള്ളതാണ്. ഖമനിയെ താഴെ ഇറക്കണം, അധികാരമാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഇതവരുടെ ആവശ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ എന്നുള്ള കാര്യം സംശയമാണ്. ട്രംപിനെ സംബന്ധിച്ച് തൻ്റെ തദ്ദേശീയമായ വോട്ടേഴ്സിനെ തൃപ്തിപ്പെടുത്താനായി എന്തെങ്കിലും ഒരു ഹെഡ്ലൈൻ കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അതെപ്രകാരമാണ് അത് ലഭിക്കുക എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മൾ പറയുന്നു USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പസഫിക് ഫ്ലീറ്റിലെ വലിയ കപ്പൽപ്പട സെൻട്രൽ കമാൻഡിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എത്തി എന്നുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ. 3 കപ്പൽ വ്യൂഹങ്ങൾ കൂടി. അതൊരു കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് അതൊരു കപ്പൽപ്പടയാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഈ അടുത്ത് നിങ്ങൾക്ക് നേരെ ഒരു വലിയ കപ്പൽപ്പട തന്നെ വരുന്നുണ്ട്, വേറെ അർമാഡ ഇസ് കമ്മിങ് അഗെയിൻസ്റ്റ് യു എന്നുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പൊസിഷനിങ് ആണ്. അത് ഭയപ്പെടുത്തുക എന്നുള്ളത്. അത് ഭയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഇറാനെ ഭയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ തൻ്റെ അമേരിക്കയിലുള്ള കോർ റിപ്പബ്ലിക്കൻ വോട്ട് ബേസിലേക്ക് വലിയൊരു നാഷണലിസം, ഒരു ദേശീയതയുടെ വലിയൊരു ആവേശം ഉണ്ടാക്കാൻ കൂടിയാണ്. ഈ 2 തരത്തിലാണ് നമ്മുടെ മിലിറ്ററിയെ, അതായത് നമ്മുടെ സൈന്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പലതരത്തിൽ നമ്മൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ പല ഇടങ്ങളിൽ കണ്ടിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തദ്ദേശീയരായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ വോട്ടർമാരെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വളരെ ധൈര്യപൂർവമായ ഇടപെടലുകളിലൂടെ അവർക്ക് അസാധ്യമായ വോട്ടുകളെല്ലാം ഇങ്ങ് പോൾ ചെയ്ത് പോരട്ടെ എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചും ഈ പറയുന്ന സാമ്പത്തികമായ പല പ്രതിസന്ധികളും അമേരിക്ക നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായി പലപ്പോഴും ഈ മറ്റ് രാജ്യങ്ങളിലുള്ള ഇടപെടലുകളെ ട്രംപ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കൻ ഇടപെടലുകൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഇടങ്ങളിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അത്തരത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലായാലും ഇറാഖിലായാലും മറ്റിടങ്ങളിലായാലും നാണം കെട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെ തന്നെ ഇത്തരത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ രക്ഷകരായി അവതരിപ്പിക്കണമോ എന്നുള്ള ചോദ്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ആ ജനങ്ങളുടെ സ്വാഭാവികമായ ജനാധിപത്യ അഭിലാഷങ്ങളെ അതിനുള്ള സാധ്യതകൾ മറ്റു വിധേനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള സ്ഥിതി നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സൈനികമായ നടപടി എന്നതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. സൈനിക നടപടി എന്നത് വാഴ്ചയിലും പത്രത്തിലും വാർത്തകളിലുമൊക്കെ വലിയ ആവേശമുണർത്തുന്നതാണെങ്കിലും അത് നേരിടേണ്ടി വരുന്ന ഒരു ജനവിഭാഗത്തിന് നമ്മൾ പലസ്തീനിൽ കാണുന്നുണ്ട്, മറ്റിടങ്ങളിലും യുദ്ധം മൂലമുള്ള കെടുതികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് ലോകത്തെ വലിച്ചുകൊണ്ട് പോകണമോ എന്നുള്ള ചോദ്യം
എല്ലാ ഭരണാധികാരിയും ചോദിക്കണം. പക്ഷെ അത് ട്രംപിനോട് ചോദിക്കാനും ട്രംപിന് അത് മനസ്സിലാക്കാനുമല്ല. അന്താരാഷ്ട്ര സംഘടനകളുടെ മുഴുവൻ തകർത്ത് കഴിയാൻ ഇപ്പോൾ അവരിൽ നിന്നെല്ലാം അമേരിക്ക പിന്മാറി, 66 സംഘടനകളിൽ നിന്ന് പിന്മാറി, യുഎനിൽ നിന്ന് പിന്മാറി എന്ന് മാത്രമല്ല പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് ട്രംപിന് ബാധകമല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് മുമ്പേ തന്നെ പതിയെ പതിയെ തകർന്നു തുടങ്ങിയിരുന്ന ഒരു കെട്ടിടം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലസ്തീൻ്റെ കേസിലായാലും മറ്റ് യുദ്ധങ്ങളിലായാലും UN ഒക്കെ എടുത്ത വളരെ UN ഒക്കെ എടുക്കാൻ സാധിക്കുമായിരുന്ന പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതിലൂടെ അത് കാലഹരണപ്പെട്ടു കഴിഞ്ഞു എന്നതിൻ്റെ ബോധ്യവും അടയാളപ്പെടുത്തലും ഒക്കെ UN ഓൾറെഡി നടത്തി കഴിഞ്ഞു. അന്താരാഷ്ട്ര ഇപ്പോൾ ഈ പറയുന്ന പുതിയ ലോകക്രമത്തിൽ ഈ പറയുന്ന ഈ ആഗോള സംഘടനകളെ തച്ചുടച്ച് പുതിയ ആഗോള സംഘടനകൾ ഉണ്ടായി വരേണ്ടതിൻ്റെ ആവശ്യകതയെ കൂടി ഈ പറയുന്ന നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഒരു കാലത്ത് ജനാധിപത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരസ്പരമുള്ള സഹകരണത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെട്ടിപ്പടുത്ത ഈ സംഘടനകളെല്ലാം അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് പല കാലങ്ങളിലായി വഴിമാറിപ്പോവുകയും അത് സ്വാർത്ഥ ഓരോ രാജ്യങ്ങളുടെ ആരാണോ ആ കാലത്തെ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് ആ രാജ്യങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണു പോകുന്നതൊക്കെ പല കാലങ്ങളിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സാധനം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. മുമ്പ് നമ്മൾ വായിച്ചു കേട്ടിരുന്നു, ഏതൊരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ UN ഇടപെടാൻ ആവശ്യപ്പെടുന്നു, UN ഇടപെടണം എന്ന ആവശ്യം, അല്ലെങ്കിൽ UN ഇടപെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയോ പരിഹരിക്കപ്പെടുന്നുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു ആവശ്യം എവിടെയും നമ്മൾ ഉന്നയിച്ച് കാണുന്നില്ല. അത് UN ഇടപെട്ടുകൊണ്ട് പരിഹരിക്കപ്പെടണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നില്ല. അതൊന്നില്ലെങ്കിൽ US ഇടപെടണം, അല്ലെങ്കിൽ ചൈന ഇടപെടണം. അത്തരത്തിൽ നമ്മൾ മുമ്പെടുത്ത മൾട്ടിപോളാരിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു യൂണിപോളർ അല്ലെ ബൈപോളർ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക്, ലോകക്രമത്തിലേക്ക് വീണ്ടും മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മളിങ്ങനെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെയാണ് ഈ പറയുന്ന പുതിയ റീജിയണൽ ആയിട്ടുള്ള അവിടെയാണ് ഈ ബ്രിക്സ് പോലെയും അതുപോലെയുള്ള സവിശേഷമായ ഇടങ്ങളെ കൃത്യമായി പ്രാതിനിധ്യമുള്ള ഈ പറയുന്ന ലോകക്രമത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗതിവേഗതയിൽ കൃത്യമായ പ്രാതിനിധ്യമുള്ള രാജ്യങ്ങളുടെ ചെറിയ കൂട്ടങ്ങൾക്കുള്ള വലിയ പ്രാധാന്യം കൂടി ഇത്തരം സംഘർഷങ്ങളൊക്കെ നമുക്ക് വിളിച്ചു തോന്നുന്നുണ്ട്. ഈ പറയുന്ന GCC പോലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് കുറെ കൂടി കൃത്യതയാർന്ന അല്ലെങ്കിൽ കരുത്തുള്ള നേതൃത്വത്തിൻ്റെയും കൃത്യമായ ഒരു പദ്ധതിയുടെയും കർമ്മപദ്ധതിയുടെയും ആവശ്യം കൂടി ഈ പറയുന്ന സംഘർഷങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ലോകക്രമത്തെ പരിപൂർണമായി തന്നെ മാറ്റിമറിക്കുന്ന ഒരു വാട്ടർ ഷെഡ് ആയിട്ടുള്ള മൂമെൻ്റായി ട്രംപിൻ്റെ രണ്ടാം വരവ് കാണേണ്ടി കൂടിയുണ്ട്. അപ്പോൾ ഇറാനിലെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും, ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാ പിന്തുണ അറിയിക്കുമ്പോഴും ഇറാൻ ഉണ്ടാകുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാനിന്റെ മാത്രം ആഭ്യന്തരമായി പരിഹരിക്കപ്പെടേണ്ടതല്ല. ഇറാനെ ഇത്രകാലം വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഇത്ര ഒരു സാഹചര്യത്തിൽ എത്തിച്ചെങ്കിൽ ഒരു സൈനികമായ നടപടി ഇല്ലാതെ തന്നെ ഇത് പരിഹരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവസാനമായി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഇതിലെന്താണ് നമ്മളുടെ രാജ്യം എടുക്കുന്ന നിലപാട് എന്നുകൂടി ചർച്ച ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് പരിപൂർണമായി നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചേരിചേരാ നയം എന്നൊക്കെ പറഞ്ഞ് ഒരു ശാക്തിക ചേരി കൂടി ചേർത്ത് നിൽക്കാതെ സ്വതന്ത്രമായ ഒരു നയതന്ത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് വലിയ അംഗീകാരം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു വിഷയത്തിൽ പോലും അഭിപ്രായം പോലും പറയാൻ സാധിക്കാത്ത നിലയിലേക്ക് നമ്മുടെ നയതന്ത്രവും നമ്മുടെ വിദേശകാര്യവും ഒക്കെ മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രിയെക്കുറിച്ചും അല്ലെങ്കിൽ വിദേശകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ 30 മിനിറ്റിന്റെ വലിയ റീലുകളിലൊക്കെയുള്ള വലിയ ആവേശം ജനിപ്പിക്കുന്ന റീലുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും നയപരമായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടോ? നല്ല കാര്യങ്ങളെ തമസ്കരിക്കുകയല്ല, പക്ഷെ കൃത്യമായൊരു നിലപാടെടുത്തുകൊണ്ട് അത് എക്കാലവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും നമ്മുടെ സമൂഹത്തിനും കൃത്യമായി തന്നെ പല രീതിയിലുള്ള പിന്തുണയും സഹായവുമായിരുന്ന മനുഷ്യർ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുമ്പോൾ കൃത്യമായൊരു നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നൈതികമായ ചോദ്യം കൂടി നമ്മൾ ചോദിച്ചു. അവസാനമായി ഒരു ചോദ്യം കൂടെ, ഈ ഇപ്പോഴത്തെ നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക സൈനികമായി ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ? അമേരിക്ക സൈനികമായി ഒരു ലാർജ് സ്കെയിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. മറിച്ച് ട്രംപിന്റെ മുൻ അനുഭവങ്ങളിൽ നിന്ന് അമേരിക്കൻ ഡിപ്ലോമസി ഫോറിൻ പോളിസിയുടെ മുൻ അനുഭവങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളുടെ പ്രഷർ അമേരിക്കയുടെ മുന്നിലുണ്ട്. 15-ാം തീയതി
ആക്രമിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഇസ്രായേലും മറ്റു രാജ്യങ്ങളും കൂടി ഇടപെട്ട് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് അവർക്കും ഇല്ല. ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ചാരസംഘടനയായ CIA കിട്ട ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ബോംബ് ചെയ്താൽ പോലും ഈ പറയുന്ന ഖമേനിയുടെ ഈ പറയുന്ന ഗവൺമെന്റ് എന്നേക്കുമായി ഇല്ലാതെയാകും എന്നുള്ള തോന്നലില്ല, അമേരിക്കയ്ക്ക് സംബന്ധിച്ചുമില്ല. അപ്പോൾ വലിയ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു വാറിലേക്ക്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് ഒന്നുമില്ലെങ്കിൽ ഇറാനെ ചർച്ചകൾക്ക് വേണ്ടി എത്തിക്കുക. അത് ഇറാനെ അതിന്റെ ഒരു സൂചന ട്രംപ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് ട്രംപ് സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു സംഘർഷത്തിനുള്ള സാധ്യതയില്ല. മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി പോകാനുള്ള സാധ്യതകളുണ്ട്. അത് സൈനിക താവളങ്ങളെയോ ന്യൂക്ലിയർ ഫെസിലിറ്റികളെയോ ഏതെങ്കിലും വ്യോമാക്രമണത്തിലൂടെ തകർക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ലാർജ് സ്കെയിൽ കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പിന്നെ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഭരണമാറ്റം വരണമെങ്കിൽ ആര് ആ ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ഷായുടെ മകനെ തിരിച്ചു കൊണ്ടുവരണം. അത് ഷായുടെ മകൻ എന്ന് ലെജിറ്റിമസി എന്ന് പറയുന്നത് ഇന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആരായിരിക്കും, അപ്പൊ ടുണീഷ്യയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ നിന്നുണ്ടായി വന്ന ഒരു നേതാവോ നേതൃത്വമോ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു നേതാവിനെയോ നേതൃത്വത്തെയോ ഉയർത്തിക്കാണിക്കാൻ ഇന്നും ജനകീയ മുന്നേറ്റത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കൻ ഇടപെടലിലൂടെ എന്തെങ്കിലും വലിയ മാറ്റം സംഭവിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ഇറാനെ മനസ്സിലാക്കുന്നത് ഇറാൻ ഇന്നും ഇറാനിലെ സൈനിക വ്യൂഹങ്ങൾ, സൈനിക മേധാവികൾ, സൈനികർ ഇന്നും ഈ പറയുന്ന മതനേതൃത്വത്തിന് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. മറ്റിടങ്ങളിൽ എവിടെ സിറിയയിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും ഈ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തന്നെ സൈന്യം കൂടി പ്രക്ഷോഭത്തിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ ഈ സൈന്യത്തിലെ വലിയ ബഹുഭൂരിപക്ഷം ആളുകൾ സൈന്യത്തിൽ നിന്ന് വിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. സൈന്യം ഭരണകൂടത്തോടൊപ്പം തന്നെ അതിന് വളരെ ഒപ്പമാണ്. അത് IRGC പോലെയുള്ള വളരെ ശക്തമായ സൈനിക സംവിധാനമുള്ള IRGC ആണെങ്കിലും മറ്റ് ഈ പറയുന്ന സംവിധാനം ബാസം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും അവർ കൃത്യമായി സർക്കാരിനോട് അല്ലെങ്കിൽ മതനേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള സംഘർഷം ഉണ്ടായാൽ പോലും വലിയ മാറ്റങ്ങൾ സാധ്യമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ്. പശ്ചിമേഷ്യൻ വളരെ ദൂരെ വളരെ സുരക്ഷിതമായ ഒരിടത്ത് നിന്ന് സംഘർഷം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയും അത്തരത്തിലുള്ള മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ ബാക്ക് ചാനൽ ഡിപ്ലോമസികളൊക്കെ പല രീതിയിൽ പല വഴികളിൽ നടക്കുന്നുണ്ട്, ഖത്തറിനൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ വാറിലേക്ക് പോകാനുണ്ട്. ലാർജ് സ്കെയിൽ ഇനിയൊരു മധ്യേഷ്യയിൽ വലിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി മധ്യേഷ്യയിലെ ജനങ്ങൾക്കും അവിടുത്തെ സമൂഹത്തിനും ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്ര നാളുകളായി നിരന്തരമായി സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു, അതുമൂലമുള്ള അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ ഒരു നമ്മുടെ സഹജീവികളായ മനുഷ്യരെ ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും. എന്തായാലും യുദ്ധം എന്ന് പറയുന്നത് ജനങ്ങളുടെ ദുരിതമാണ്. ദുരിതവും വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയും വേരുകൾ ഏറ്റുപോകുകയൊക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്. യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാനേ കഴിയുള്ളൂ. തീർച്ചയായും അമേരിക്ക ഇറാനിലൊരു ആക്രമണം നടത്തില്ല എന്നും മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ തുടരാനും സാധ്യതകളുണ്ട്. ആ നിലയിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.